പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് രത്നശാസ്ത്രത്തെക്കുറിച്ചാണ്. രത്നശാസ്ത്രത്തിൽ മിഥുനം ലഗ്നക്കാർ ഏതെല്ലാം രത്നമാണ് ധരിക്കേണ്ടതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവിടെ മിഥുന ലഗ്നത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ്. അതിനാൽ വളരെ ഈസിയായിട്ട് അനായാസമായിട്ട് ഒരു ജമോഴസിന് സമർത്ഥിക്കാം. ഏറ്റവും നല്ല രത്നം ധരിക്കേണ്ടത് മരതകമാണ്. അപ്രകാരം തന്നെ മിഥുനൻ രാശിയുടെ 5ാം ഭാവം തുലാം രാശിയായതിനാൽ ബുധൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ഡയമണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സെമി പ്രഷ്യസ് ആയ ഏത് രത്നം ധരിക്കാം? സിർക്കോൺ ധരിക്കാം. പിന്നീട് ധരിക്കാൻ പറ്റുന്നൊരു രത്നം ബ്ലൂ സഫയറാണ് അഥവാ ഇന്ദ്രനീലമാണ്. പക്ഷേ അവിടെ അഷ്ടമാധിപത്യ ദോഷമുണ്ട്. 8ാം ഭാവാധിപനും കൂടെയാണ് ശനി. അതിനാൽ പലപ്പോഴും ധരിക്കുമ്പോൾ ശനിയുടെ പൊസിഷൻ എപ്രകാരമുണ്ടെന്ന് നോക്കി മാത്രം ഇന്ദ്രനീലം ധരിക്കുക. അല്ലെങ്കിൽ പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഈ ഒരു രത്നം. എപ്പോഴും ഈ രത്നം ധരിക്കേണ്ടത് നിങ്ങളുടെ മിഡിൽ ഫിംഗറിലാണ്. ഡൗസിംഗ് റോഡിൻ്റെ സഹായത്തോടുകൂടി വലത് ഭാഗത്താണോ ഇടത് ഭാഗത്താണോ എന്ന് നോക്കിയതിന് ശേഷം രത്നം ധരിക്കുന്നതാണ് അഭിലഷണീയം. മരതകം വലിയ കുഴപ്പമില്ലാത്ത രത്നമാണ്. അത് അനാഹത ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ഹൃദയവുമായിട്ട് ബന്ധപ്പെടുന്നു രത്നം. അതിൻ്റെ നിറം തന്നെ പച്ചയാണ്, ഗ്രീനാണ്. മരതകം എംറാൾഡ് എന്ന് പറയും. വളരെ നല്ല രത്നമാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷേ ഡയമണ്ടും ഇന്ദ്രനീലവും വളരെ ഹാർഡ്നെസ്സായ രത്നങ്ങളാണ്. ധരിക്കുമ്പോൾ നിർബന്ധമായും കൺസൾട്ടൻസിയോടുകൂടി ധരിക്കാൻ ശ്രമിക്കുക. നമസ്തേ.